ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് വഴിക്ക് പോയ വീഡിയോ ആണ് കേട്ടോ. മിഞ്ഞാന്ന് വെള്ളിയാഴ്ചക്കത്തെ വീഡിയോ ആണ്. അപ്പോൾ വെള്ളിയാഴ്ച കുട്ടികൾക്ക് മദ്രസ ഇല്ല, സ്കൂളുണ്ട്. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ ഷിബിലി മോൻക്ക് സ്കൂൾക്ക് ഉച്ചക്കുള്ള ഫുഡ് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ അതിൻ്റേതായ തിരക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഉച്ചക്ക് സ്കൂളിൽ ഫുഡുണ്ട്, പക്ഷേ അവന് വെള്ളിയാഴ്ച ചുമക്ക് പോയി വരുമ്പോഴേക്ക് സ്കൂളിലെ ഫുഡിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോകാറാണ് കേട്ടോ. അപ്പോൾ മോൾക്കും ഒരു പൂതിയാണ് അവൾക്കും കൊണ്ടുപോകാൻ. അപ്പോൾ രണ്ടുപേരും ഒന്നിച്ച് കൊണ്ടുപോകും ഫുഡ്. അപ്പോൾ പിന്നെ ഞാനിന്ന് നേരത്തെ തന്നെ അടുക്കളയിലോട്ട് നിസ്കാരവും ഒത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയിട്ടാണ്. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. എന്നാൽ പിന്നെ അവർക്ക് ഇഷ്ടമുള്ളത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുക്കളയിലോട്ട് ഇറങ്ങിയിട്ടോ. സോയാബീൻ ആദ്യം ഞാനൊന്ന് വേവിച്ചെടുത്തോട്ടാ. എന്നിട്ട് അതിലേക്ക് ഒരു മുട്ടയും അത്യാവശ്യം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടാ. അതിന് ശേഷം ഇത് നല്ല വെളിച്ചെണ്ണയിലൊന്നുകൊണ്ട് വറുത്തെടുത്തതാണ്. മുട്ട ചേർത്തോടെ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. അങ്ങനെ ശിവലിമോ പറഞ്ഞു എനിക്ക് ചോറ് മതിയാണ് കേട്ടോ. അപ്പോൾ അവനക്ക് ചോറും സോയാബീനും പിന്നെ ഉമ്മിത്തണ്ട് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും പപ്പടവും ആക്കി കൊടുത്തോട്ടാ. പിന്നെ മോള് പറഞ്ഞു ചോറ് വേണ്ട, ദോശ മതി എന്നാട്ടാ. അപ്പോൾ ദോശയും സോയാബീനും കൂടി ആക്കി കൊടുത്തോട്ടാ. അങ്ങനെ അവർക്കുള്ള ഫുഡൊക്കെ റെഡി ആയതിന് ശേഷം പിന്നെ ഓരോരുത്തരായിട്ട് ഒരുങ്ങൽ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഫിനിമോൾ എപ്പോഴും പറയട്ടെ അവളെ ഫ്രണ്ടിന് ജാക്ക് ഫ്രൂട്ട് വേണമെന്ന്. അപ്പോൾ അവളെ ഫ്രണ്ടിനുള്ളത് കൊണ്ടുപോകാൻ കേട്ടോ സ്കൂൾക്ക്. അങ്ങനെ അതെ അവർ സ്കൂൾക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടോ. എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ കാണുന്നത് നമ്മൾ ഷിബിലിമോൾ ഷർട്ടിൻ്റെ ബട്ടൺസ് താഴെയും മുകളിലൊക്കെ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. മദ്രസ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് എണീക്കും. എന്നാൽ മദ്രസ ഇല്ലാത്തതുകൊണ്ട് അവർ സ്കെച്ചിന് ശേഷം വീണ്ടും കിടന്നുറങ്ങിയിട്ടോ. അപ്പോൾ രാവിലത്തെ തിരക്കല്ലേ, അപ്പോൾ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റിയപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ് കേട്ടോ. അങ്ങനെ അതെ അവർ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ പണികളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ അടുക്കളയിലോട്ട് ഇറങ്ങിയതാട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീനും ഉമ്മിത്തണ്ട് കൂട്ടാനും പിന്നെ തക്കാളി താളിച്ചു കൂട്ടാം. പിന്നെ ചോറും ഒക്കെ ആയിരുന്നു അവർക്ക് കൊടുത്തയച്ചതിന്. തക്കാളി പിന്നെ അവർ കൊണ്ടുപോകില്ല കേട്ടോ. തക്കാളി കറി അവർക്ക് ഇഷ്ടമല്ല. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും അടുക്കളയിലേക്ക് ഇറങ്ങിയതാട്ടോ. നമ്മുടെ മരത്തിലെ ചാമ്പയ്ക്കൊക്കെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. എല്ലാ ഫാമിലികൾക്കും കൊടുത്തപ്പോൾ അതുപോലെ ഇവർക്കുള്ളത് എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഉച്ചയ്ക്ക് ശേഷം വെറുതെ ഇരിക്കല്ല, അപ്പോൾ അതൊന്ന് ഉപ്പിലിടാന്ന് വെച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ഇറങ്ങിയതാണ്. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടം കേട്ടോ ഉപ്പിലിട്ടത് ചാമ്പക്ക. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണേ. അങ്ങനെ ഞാനൊരു കുപ്പിയൊക്കെ എടുത്ത് ക്ലീനാക്കി അതിലോട്ട് 2 പച്ചമുളകും പിന്നെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ചാമ്പക്കയും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്തു. ശേഷം അതിലോട്ട് അത്യാവശ്യത്തിന് ഉപ്പും അത്യാവശ്യത്തിന് സുർക്കയും കൂടി അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നല്ലോണം തിളപ്പിച്ചാറിയ പച്ചവെള്ളമാണ് കേട്ടോ ഈ ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ചാമ്പക്ക ഉപ്പിലിട്ട് റെഡി ആയിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.